ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരു അടിപൊളി ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന നമ്മളെ വീട്ടിലുള്ള സാധനത്തോണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഹൽവ ഉണ്ടാക്കി, അതും നല്ല ഹെൽത്തി ആയിട്ട് ഹൽവയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാ വീട്ടിലും ഉണ്ടാവും പഴം 2 ദിവസം കഴിയുമ്പോഴേക്ക് തൊലിയൊക്കെ കറുത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കളയും. പക്ഷേ ഇനി കളയണ്ട കേട്ടോ, നമുക്ക് ഇതുപോലെ അടിപൊളി ഒരു ഹൽവ ഉണ്ടാക്കിയാൽ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു ഹൽവയാണ്. ഒരുപാട് നേരം നമ്മൾ ഗ്യാസിലിട്ടിട്ട് കുറുക്കിയെടുക്കും വേണ്ട, പിന്നെ ഒരുപാട് മധുരവും വേണ്ട. കാരണം കറുത്ത പഴമായതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് മധുരം ഇട്ടാൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ശർക്കര ഇടണം എന്ന് തന്നെ ഇല്ല, നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കിയാലേ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ, സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവ തയ്യാറാക്കാം. പക്ഷേ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് കാണണം, സ്കിപ്പ് ചെയ്യരുത്. കാരണം അതിലെ ഓരോ സമയത്തും ഞാൻ പറയുന്ന ഒരു ടിപ്പുണ്ട്, അതാണ് ഈ ഹൽവ സോഫ്റ്റ് ആവാൻ കാരണം. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് സോഫ്റ്റായി ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ കുറച്ച് കറുത്ത പഴം ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നല്ലോണം മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരൊറ്റ കട്ട പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ തന്നെ പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് ലൂസാവും, ഒരു കളറൊന്നും ഇല്ലാതെ ആയിരിക്കും ഉണ്ടാവും ആദ്യം. പക്ഷെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ആ പഴത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ കളറായിട്ട് വരും. പിന്നെ വേണ്ടത് ഒരു 3 സ്പൂൺ അരിപ്പൊടിയാണ്, സാധാരണ പത്തിരിപ്പൊടിയാണ്. അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കട്ടയില്ലാതെ ലൂസാക്കി വെക്കണം. അതൊരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ പഴത്തിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട്, ഇതുപോലെ ലൂസുള്ള പഴമാണ്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കട്ടയാവുന്നത് കാണാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാനിവിടെ എടുത്തത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ അടിയൊന്നും അങ്ങനെ അടിയിൽ പിടിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കണമെന്ന് പറയുന്നത്. മറ്റേ പാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് നെയ്യ് ഒഴിക്കണം എന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഞാൻ മറ്റേ ഗ്യാസിൽ ഒരു 3 ആണി ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉരുക്കി വരുമ്പോഴേക്ക് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇത് നല്ലോണം കുറുക്കിയെടുക്കണം. ഈ പഴം നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് ആ ഉരുക്കി വെച്ച ശർക്കര ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് ശർക്കര ഒഴിച്ചിട്ടില്ല, ഒരു അര നമ്മൾ 3 ആണി ശർക്കരയിലാണെങ്കിൽ ഒരു 1.5 ആണി ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചിട്ട് പകുതി ശർക്കര ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം, എല്ലാ സ്ഥലത്തും എത്തത്തക്ക വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി നല്ലോണം വരട്ടി ഒരു കളറ് മാറി വരുമ്പോൾ നമുക്ക് ഈ അരിപ്പൊടി നമ്മൾ മിക്സ് ചെയ്ത അരിപ്പൊടി കട്ട കൂടാതെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ആക്കണം. അരിപ്പൊടിയും ശർക്കരയും ഈ പിന്നെ ഈ പഴം കൂടി നല്ലോണം മിക്സ് ആവണം. അരിപ്പൊടി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്യാസ് എപ്പോഴും സിമ്മിലാക്കി വെക്കണം. എന്നിട്ട് നമ്മളിതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു വിധം ആയതിനു ശേഷം കണ്ടോ, ഇതുപോലെ നല്ല ടൈറ്റായി ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കളറ് മാറിക്കൊണ്ടേയിരിക്കും. ഈ ശർക്കര ഇടുന്നതിനനുസരിച്ച് കളറ് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു നുള്ളു ഉപ്പാണ് ഇതിലേക്ക് വേണ്ടത്. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഏലക്കാപ്പൊടി ഞാൻ ഇട്ടത് ഇതിൽ വിട്ടുപോയതാണ് എടുക്കാം. ഒരു 6 ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിത് ടോട്ടൽ 4 സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിക്കുന്നതനുസരിച്ച് നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ 4 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഒന്നും കൂടി വരട്ടി അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനെ കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് സിമ്മിലാക്കണം. ഞാനിവിടെ ഗ്യാസ് കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 സെക്കൻഡ് ആക്കി വെച്ചപ്പോഴേക്കും നമുക്കൊന്ന് അടി കരിഞ്ഞു പോയി. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു സ്പൂണും കൂടി ഞാൻ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ കുറച്ച് ബദം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നട്ട്സ് അതും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ ഇടണമെന്നില്ല, ഞാനിവിടെ ഉള്ളതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ആ പച്ചയിൽ നല്ലോണം ആ ഹലുവ കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ബാക്കിയുള്ള ശർക്കരേൻ്റെ പാനിയും കൂടി ശർക്കരയുടെ ബാക്കി കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതും ഒഴിച്ച് പിന്നെ അത് നല്ലോണം ഇളക്കി പിന്നെ ഒരു സ്പൂണും കൂടി ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിത് ഏകദേശം പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന രൂപത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ നല്ലൊരു പ്ലേറ്റിൽ എണ്ണയോ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം, അപ്പോൾ എല്ലാ സ്ഥലത്തേക്കാവും. എന്നിട്ടൊരു 4 മണിക്കൂർ അതിൻ്റെ ചൂട് പോവത്തക്ക വിധത്തിൽ ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത അടിപൊളി ഹൽവയാണ്. പിന്നെ ശർക്കര ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡാർക്ക് കളർ ശർക്കര ഇതിലേക്ക് ഇടാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് ഈ ഹൽവ നല്ല ഡാർക്ക് കളറാവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നല്ലൊരു
ഐറ്റം കൊണ്ടുവരും. നിങ്ങളെല്ലാവരും എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്